ഹലോ, ആദ്യം അറിയാവുന്ന കാര്യം പറയുക, അറിവില്ലാത്ത കാര്യം വിഡ്ഢിത്തനമായിട്ട് പറയരുത്. അവരെ അറിയാത്ത കാര്യം വിഡ്ഢിത്തനമായിട്ട് പറയുമ്പോൾ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട വിഡ്ഢികളെന്ന് അവരെ വിളിക്കണം. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട വിഡ്ഢികൾ എന്ന് അവരെ വിളിക്കണം. അറിയാത്ത കാര്യം പറയരുത്. ചുമ്മാ ലൈക്ക് വാച്ച് കൂട്ടാനും അത് വാച്ച് കൂട്ടാനും ആൾക്കാർ തെറി പറയും, പച്ചത്തെറി പറയും അറിയാത്ത കാര്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ. കഴിഞ്ഞ ഒരു വീഡിയോ കണ്ടായിരുന്നു, ഒരു പെൺകൊച്ച് ഈ പഴം നമ്മളെ ഏത്തക്ക ഉപ്പേരി, ഏത്തക്ക വറുക്കുന്നത്, ചിപ്സ് വറുക്കുന്നത് കരിയോയില്ല എന്ന് പറഞ്ഞു. കരിയോയിൽ നീ ഒന്ന് വറുത്ത് കാണിച്ചു തരാമോ? കരി ഓയിലിൽ നീ ഒന്ന് വറുത്ത് കാണിച്ചു തരാമോ? കരി ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എടി പിള്ള, അത് ഭയങ്കര നാറ്റമുള്ള സാധനമാണ്. അതിൽ ചിപ്സ് വറുത്താലും എന്നാ വറുത്താലും ഒരു മനുഷ്യൻ കഴിക്കൂല, പട്ടി പോലും കഴിക്കില്ല. പട്ടിയില്ലേ, പട്ടി പോലും കഴിക്കൂല, മൃഗങ്ങൾ പോലും കഴിക്കൂല. പിന്നെ നീ വിഡ്ഢിത്തനം വിളമ്പുന്നതിനെ പമ്പര വിഡ്ഢിയല്ലേ നീ? അതേപോലെ വെളിച്ചെണ്ണയിൽ മെഴുക് ചേർക്കുമെന്ന് പറഞ്ഞു. വെളിച്ചെണ്ണയിൽ മെഴുക് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ മെഴുകിൻ്റെ സ്വഭാവം കാണിക്കും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ സാധനം വേറൊരു സാധനം അതിനകത്ത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും. അതേപോലെ പ്ലാസ്റ്റിക് കൂടൊക്കെ അതിനകത്ത് ഉരുക്കിയിട്ടുണ്ടെങ്കിൽ അന്തരം ചിലപ്പോൾ അലന്ന് വരും. ഇത് തിന്നു കഴിഞ്ഞിട്ട്, ഇത് കുറച്ച് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് വേറെ, വെളിച്ചെണ്ണ വേറെ, പഴംപൊടി വേറെ. തിന്നു കഴിയുമ്പോൾ അതൊക്കെ അറിയാം. വെളിച്ചെണ്ണ നീ എങ്ങനെ വേണമെങ്കിലും ഈ മെഴുക് ഒരിക്കോ. വെളിച്ചെണ്ണയിൽ പ്ലാസ്റ്റിക്, പിന്നെ ഈ ഓയിലിൽ പ്ലാസ്റ്റിക് ഉരുക്കിക്കോ. അതൊരിക്കലും അത് അതിൻ്റെ സ്വഭാവം കാണിക്കുന്നേ. പ്ലാസ്റ്റിക്കിൻ്റെ സ്വഭാവം വേറെ കാണിക്കും. അത് ഉണങ്ങി, പിന്നെ നമ്മൾ ഇത് ഇപ്പം എണ്ണയുടെ കൂടെ മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉരി നിൽക്കത്തുള്ളൂ. പക്ഷേ അത് ചെറുകടി കഴിക്കുമ്പോൾ അത് ഒരു സൈസ് വേറെ സൈസ് പിന്നെ കട്ടിയായിട്ട് വരും. കഴിക്കാൻ പറ്റൂല ചെറുകടി, അത് പ്ലാസ്റ്റിക്കായിട്ട് വരും. പിന്നെ അന്ന് ഒരാൾ പറഞ്ഞു പ്ലാസ്റ്റിക് കാരണമെന്ന്. അവനെ ഈ പ്ലാസ്റ്റിക് ഇത് മൊത്തം കട്ട പിടിച്ചിരിക്കുമ്പോൾ അതിട്ട് എണ്ണയിട്ടിന് മുക്കിക്കഴിഞ്ഞാൽ അത് ഉരുകി വരും. അകത്തുള്ള എണ്ണയെല്ലാം എടുത്ത് വരും. അവർക്ക് സംസാരിക്കേണ്ട അവസരം നിങ്ങൾ കൊടുത്തിട്ടില്ല. ഞാൻ ഇന്ന് ഈ വീഡിയോ പറയുന്നത്, നിങ്ങൾ അന്ന് ഈ അവസരം നിങ്ങൾ കൊടുത്തിട്ടില്ല. വെളിച്ചെണ്ണൻ്റെ കൂടെ ഫാം ഓയിൽ ചേർക്കാൻ നോക്കൂല, സൺഫ്ലവർ ചേർക്കാൻ നോക്കൂല, ഒന്നും ചേർക്കാൻ നോക്കൂല. പിന്നെ വേറെ സൈസ് കെമിക്കലുണ്ട്, ആ കെമിക്കൽ ചേർക്കാം. അതെങ്ങനെ? എന്നാലും വെളിച്ചെണ്ണ ചേർക്കാൻ നോക്കൂല. ആ വെളിച്ചെണ്ണയുടെ സ്മെല്ലേ ഉണ്ടാവുള്ളൂ. വേറൊരു സൈസ് എണ്ണയിൽ വെളിച്ചെണ്ണൻ്റെ കെമിക്കൽ ചേർക്കാൻ പറ്റുള്ളൂ. വെളിച്ചെണ്ണ എന്ന് പറയൂല. അത് വിഡ്ഢിത്തനം പറയുമ്പോൾ നിങ്ങൾ കാര്യം ഓർക്കണം. വെളിച്ചെണ്ണയിൽ ഒന്നും ചേർക്കാൻ നോക്കൂല. പിന്നെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ പേര് വെച്ച് വരുന്നുണ്ട്. എങ്ങനെ? കെമിക്കൽ ചേർത്തിട്ട് അതിൻ്റെ ഒരു കെമിക്കൽ ചേർത്തിട്ട് വേറെ ഓയിലിനെ കെമിക്കൽ ചേർത്ത് വരുന്നുണ്ട്. അത് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസർ വരും, പല പല അസുഖങ്ങൾ വരും. പക്ഷെ നമുക്ക് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ പറ്റൂലല്ലോ. വെളിച്ചെണ്ണ സ്മെല്ല് വേണമല്ലോ. ഇപ്പം നമ്മളിവിടെ മാത്രമേ ഉള്ളൂ പിന്നെ ഈ വെളിച്ചെണ്ണ വിഭാഗം. എല്ലാ സ്ഥലത്തും ഫാം ഓയിൽ, കടുകെണ്ണ, സൺഫ്ലവർ ഓയിൽ അറിഞ്ഞവർ ഉപയോഗിക്കൂല. 3 കിലോ സൺഫ്ലവർ വിത്ത് വേണം, 1 കിലോ 3-4 കിലോ വിത്ത് വേണം 1 കിലോ സൺഫ്ലവർ ഓയിൽ കിട്ടാൻ. 1 കിലോ സൺഫ്ലവറിൻ്റെ വിത്തിന് 160-170 രൂപ.
ഇപ്പോൾ 145 പാം ഓയിൽ കിട്ടുന്നുണ്ട്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതിഥി സൺഫ്ലവർ ഓയിൽ, മറ്റേ സൺഫ്ലവർ ഓയിൽ. എവിടെ സൺഫ്ലവർ ഓയിൽ വരുന്നുണ്ട്? സൺഫ്ലവർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് പേര് മാത്രമേ ഉള്ളൂ. സൺഫ്ലവർ ഓയിൽ കിട്ടൂല. 1 കിലോ സൺഫ്ലവർ ഓയിലിന് 900 രൂപ കൊടുക്കണം. ഒറിജിനൽ സൺഫ്ലവർ നിങ്ങൾ വേണമെങ്കിൽ ഈ നന്ദിയാട്ടിലുണ്ട്, അവിടെ നിന്ന് വിത്ത് വാച്ചും കൊണ്ട് കുഴച്ച് നോക്കും. 5 കിലോ വാച്ച് കൊണ്ട് പോയിരുത്താലേ 1 കിലോ കിട്ടുള്ളൂ. അത് കുറേ മെനക്കടക്കം ഉണ്ട്. ശരിക്കുള്ള സൺഫ്ലവർ ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേളിലുള്ള ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഉള്ളിലത്തെ വിത്ത് മാത്രമേ എടുക്കുള്ളൂ. എന്നിട്ട് അത് ഓരോ രീതി ചെയ്തിട്ട് അത് ഇങ്ങനെ പല പല മെഷീനിൽ കയറ്റി റീഫൈൻഡ് ചെയ്ത് വരും. അത് 900 രൂപ വരും 1 കിലോ ഓയിലിൽ. 900 രൂപയ്ക്കും കിട്ടൂല, 1000 രൂപ. പറഞ്ഞ മനസ്സിലാണോ? സൺഫ്ലവർ ഓയിൽ എന്ന് വെച്ചാൽ 1 കിലോയ്ക്ക് 1000 രൂപേൻ്റെ അടുത്തുണ്ടെന്നേ. 1 കിലോ 45 രൂപയ്ക്ക് കിട്ടുന്നു. 160 രൂപേൻ്റെ വിത്ത് വച്ചിട്ട് 45 രൂപയ്ക്ക് നിങ്ങൾക്ക് സർക്കാർ സൺഫ്ലവർ ഓയിൽ തരാൻ അവർക്കെൻ്റെ വട്ടല്ലേ? വിട്ടിത്തനം വിളിച്ച് പറയുന്നുമ്പേ ഓരോ ട്രെയിനിങ് ചെയ്യും. ഞാനൊരു പാചകക്കാരനാ. വെളിച്ചെണ്ണയിൽ ഒന്നും ചേർക്കാൻ നോക്കൂല. വേറെ ഓയിലിനകത്ത് വെളിച്ചെണ്ണൻ്റെ കെമിക്കൽ ചേർക്കും. അത് വെളിച്ചെണ്ണയായി മാറി. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? നമ്മളൊരു കാര്യമുണ്ട്, എവിടെ വില കുറഞ്ഞ് കിട്ടുന്ന അതിലേക്ക് അങ്ങ് ചാടിയ വീഴും. നമ്മൾ ടേസ്റ്റ് നോക്കുന്നവരാ. അപ്പം വിഡ്ഢിത്തനം വിളമ്പുന്ന മുമ്പേ കാര്യങ്ങൾ നോക്കുക കേട്ടോ. അത് നിങ്ങളെയൊക്കെ പമ്പര വിഡ്ഢികൾ എന്ന് വിളിക്കും. പമ്പര വിഡ്ഢികൾ. മെഴുകി ചേർത്തേണ്ട മെഴുകിൻ്റെ സ്വഭാവം കാണിക്കും. പ്ലാസ്റ്റിക് ചേർത്താൽ പ്ലാസ്റ്റിക്കിൻ്റെ സ്വഭാവം കാണിക്കും. തണുത്ത് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കും മെഴുകിൻ്റെ സ്വഭാവം കാണിച്ചോളെ. അവരൊരിക്കലും ഒന്നാവില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പം മേലെ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കല്ലേ കേട്ടോ. ചിപ്സ് കൊണ്ട് കരിയോയിൽ വറുക്കുന്നെന്ന്. കരിയോയിൽ എന്നാ കരിയോയിൽ വറുക്കുന്നത്? അത് ചൂടാകുമ്പോഴത്തേക്ക് ഇത് പുകഞ്ഞു പോവും. കരിയോയിൽ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ സാധനമാണ്. മൊത്തം വീട് വരെ കത്തിപ്പോവും. ഓക്കെ, അടുത്ത വീഡിയോ കാണണേ.